അങ്ങനെ അഞ്ജലി ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി. അവളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഇത്രയധികം അവൾ ഒന്നിനെയും പേടിച്ചിരുന്നില്ല. ചുറ്റും നടക്കുന്ന എന്താണെന്ന് പോലും തിരിച്ചറിയാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവൾക്ക് ഒന്ന് മാത്രം അറിയായിരുന്നു, ഇനി അവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടണം. അവളുടെ സർവ്വശക്തിയോടത്ത് അവൾ ഓടി. ഒത്തിരി നേരം നിർത്താതെ ഓടിയിട്ടും അഞ്ജലി എങ്ങും എത്തുന്നുണ്ടായിരുന്നില്ല. ആ റൂമിന്റെ പടി കിടന്ന് മുമ്പിലേക്ക് ഒരടി പോലും വയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അവസാനം കിതച്ച് തളർന്ന് അവൾ ആ റൂമിന്റെ ഫ്രണ്ടിലായി തന്നെ നിന്നു. അവൾ അവിടെ നിന്നതും ബാക്കിൽ നിന്ന് വീണ്ടും ആ ശബ്ദം, എന്റെ ഭാര്യയെ രക്ഷിക്കൂ, അവൾക്ക് ഒരുപാട് വേദനിക്കുന്നു, അവൾക്ക് ബ്ലീഡിംഗ് ആണ്, എന്റെ കുഞ്ഞും ഭാര്യയും മരിക്കും, എനിക്ക് വേറെ ആരുമില്ല, രക്ഷിക്കൂ. പക്ഷെ ഈ തവണ അഞ്ജലി അവരെ രക്ഷിക്കാൻ തയ്യാറായില്ല. ആ ശബ്ദം വരുന്നത് എവിടെയാന്ന് പോലും ചെക്ക് ചെയ്യാൻ നിൽക്കാതെ അഞ്ജലി മെല്ലെ ഫ്രണ്ടിലേക്ക് നടന്നു. ഇപ്പൊ അവൾക്ക് നടക്കാൻ കഴിയുന്നു. പയ്യെ അവള് ഓരോ സ്റ്റെപ്പ് വെച്ച് ഇടവും വലവും നോക്കാതെ ആ ലിഫ്റ്റിലേക്ക് മാത്രം ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓരോ ഡോറും കവർ ചെയ്ത് അവൾ ഫ്രണ്ടിലേക്ക് പോയി. അവസാനം അവൾ ആ ലിഫ്റ്റിന് ഫ്രണ്ടിലെത്തി. ലിഫ്റ്റിന്റെ ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടി അഞ്ജലി കൈ ഉയർത്തിയതും അഞ്ജലിയുടെ തോളിലായി ഒരു തണുത്ത കൈ അവൾക്ക് ഫീൽ ചെയ്തു. ഇതാണ് അഞ്ജലി തിരിഞ്ഞു നോക്കി അഞ്ജലി തൊട്ടു പിന്നിലായി ഒന്നും കണ്ടില്ല. പക്ഷെ അവൾ ഇറങ്ങി വന്ന റൂമിന്റെ ഫ്രണ്ടിലായി ഒരു രൂപം അവൾക്ക് നേരെ നിൽക്കുന്നുണ്ടായിരുന്നു. മുട്ടറ്റം പോലും ലെങ്ത് ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ യൂണിഫോം അണിഞ്ഞ് ഒരു പേഷ്യൻ്റ്. അവളുടെ ഡ്രസ്സിനടിയിലൂടെ എന്തോ ഒന്ന് വള്ളി പോലെ പുറത്തേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. ആ വള്ളിയുടെ കണക്ഷൻ അവളുടെ കയ്യിലുള്ള തലകീഴായി കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് നീണ്ടതായി അവൾക്ക് മനസ്സിലായി. ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ അവൾ റിയലൈസ് ചെയ്തു, പൊക്കൾക്കൊരു പോലും മുറിക്കാത്ത ഒരു കുഞ്ഞിനെ തൂക്കി നിൽക്കുന്ന ഒരമ്മയാണ്. പക്ഷെ ആ അമ്മ ആരെന്ന് തിരിച്ചറിയാൻ ആ രൂപത്തിന് തലയുണ്ടായിരുന്നില്ല.